അപ്പോൾ എനിക്ക് കുറേ സിനിമകൾ ഇനിയും ചെയ്യാലോ എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാനിങ്ങനെ വിചാരിക്കും കുങ്കുമം തൊട്ട ബിപിൻ ജോർജ്. പേഴ്സണലി ഒരുപാട് പേർക്ക് ചോദിക്കണമെന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഹേർട്ടാവുമെന്ന് വിചാരിച്ചിട്ട് പല ആർട്ടിസ്റ്റുകളും ചോദിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പ്രേക്ഷകരെക്കാൾ കൂടുതൽ കൺസേൺ രമേശേട്ടനായിരുന്നു. ഫുൾ കൂട്ടുകാർ പോലും വിശ്വസിക്കാത്തൊരു ബിപിൻ ഉണ്ടാവും. അതിനിപ്പോൾ ഞാൻ മരിച്ചാലും മറക്കാത്ത, ഞാൻ അത്രയും തവണ പറഞ്ഞിട്ടുണ്ട്. അത്രയും തവണ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതണ ആ സമയത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത അത്രയും വിഷമം ഉണ്ടായിരുന്ന സമയത്താണ് അത് എഴുതുന്നത്. പേന അവിടെ ഇട്ടിട്ട് കരഞ്ഞ്, ലിറ്ററലി നമ്മൾ കരഞ്ഞു പോയി. ഹായ് ഹലോ, വെൽക്കം ടു ഫിലിം കാസറ്റ്. ഇന്നത്തെ നമ്മുടെ അതിഥി എസ് ശ്രീ ബിപിൻ ജോർജ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, പിന്നെ ആക്ടർ ആണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു നീതു. എൻ്റെ ഹാർട്ട് ടു ഹാർട്ട് വിത്ത് നീതു കൃഷ്ണ എന്ന് പറഞ്ഞ ഷോൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ദാറ്റ് ഈസ് വിത്ത് യു ആൻഡ് ഐ എം റിയലി ഹാപ്പി ദറ്റ് യു കെയിം. സോ ചേട്ടൻ ഒരു ആക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് മെയിൻലി. അപ്പോൾ ചേട്ടൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ ചേട്ടൻ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ആവണമെന്ന് ഇഷ്ടമുണ്ടായിരുന്നത്? ആൻഡ് എന്ന് മുതലാണ് ചേട്ടൻ തിരിച്ചറിഞ്ഞത് ലൈക്ക് ദിസ് ഈസ് മൈ പാത്ത്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുക്കേണ്ടത് ഈ രണ്ട് മേഖലയാണെന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? നടനാവണം തന്നെയായിരുന്നു കുഞ്ഞുനാളിൽ മുതലുള്ള ആഗ്രഹം. സീരിയസ് ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ ഇത് കൊണ്ടുപോകണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കലാഭവനിൽ പഠിക്കാൻ ചേർന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാനുള്ളൊരു സ്കില്ലുണ്ടെന്ന് അവിടെ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഒരു സ്കിറ്റ് പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമല്ലോ ഇങ്ങനെ. പിന്നീട് അതൊരു പേപ്പറിലേക്ക് ആക്കാമെന്നും ഒക്കെ തോന്നി. അങ്ങനെയാണ് സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്. സ്ക്രിപ്റ്റ് എപ്പോഴും ഞാൻ പറഞ്ഞേക്കുന്ന ഒരു ലിവറേജാണ്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജാണ്. ഏത് ആക്ട് ചെയ്യാനായിട്ട് നമ്മളെപ്പോലൊരാൾ ചെന്ന് ചാൻസ് ചോദിക്കുമ്പോൾ വെറുതെ അവരുടെ വായിലിരിക്കണ കേൾക്കാതിരിക്കാൻ നമ്മൾ സ്ക്രിപ്റ്റായിട്ട് പോകും. എന്നിട്ട് അത് കൊടുത്തിട്ട് അവരത് ഇഷ്ടപ്പെടുത്തി എടുത്തിട്ട് ആ വേഷം എനിക്കെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ തട്ടിപ്പുകളിലൂടെയാണ് ഈ സാധനം മുന്നോട്ട് ആദ്യം കൊണ്ടുപോകുന്നത്. സീരിയസ് ആയിട്ട് പ്രൊഫഷണലി എനിക്ക് തോന്നുന്നു 16 വയസ്സ് തുടങ്ങി ഞാൻ എഴുത്തിൽ പ്രൊഫഷണലി തുടങ്ങി. കോമഡി കസിൻസാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. അന്ന് മുതലൊരു ജേണി ഒരു 11 കൊല്ലം ടെലിവിഷൻ രംഗത്ത് ഉണ്ടായിരുന്നു. ബഡായി ബംഗ്ലാവാണ് എൻ്റെ ലാസ്റ്റ് പരിപാടി. ഓക്കെ. ചേട്ടനിപ്പോൾ നമ്മൾ സിനിമ സ്വപ്നം കണ്ടു തുടങ്ങുന്ന സമയത്ത് നമ്മൾ സിനിമയെ പറ്റി വിചാരിച്ചിരിക്കുന്ന ഒരു പാത്തുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അവിടുന്ന് ചേട്ടൻ ഇപ്പോൾ ചേട്ടൻ്റെ ജേർണി ഏകദേശം ഒരു മിഡിൽ എത്തിയെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇല്ലില്ല, അത് സിനിമയിൽ എൻ്റെ ഒരു എയിമും എൻ്റെ ഒരു പരിപാടിയുടെ ഒരു പകുതിയുടെ അംശം എത്തിയിട്ടില്ല. ഞാനൊന്ന് സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ എൻ്റെ ഒരു കണക്കിൽ. ഓക്കെ. അപ്പൊ ചേട്ടന് ഇതിലേക്ക് വരുന്നതിന്റെ മുന്നേ നമ്മൾ ഇതിനെ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ജേർണി എത്ര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചോ? അതിന്ന് ഇത് റിയാലിറ്റിയിൽ ഇതിൽ സ്ട്രഗിൾ ചെയ്യണ സമയത്ത് അത് തമ്മിൽ ഭയങ്കര വ്യത്യാസം തോന്നിയായിരുന്നു? ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാലോ, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. എങ്കിൽ പോലും സാധാരണ ഒരാൾക്ക് പോലും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ബാലികറാമല തന്നെയാണ്. ഇപ്പോൾ സിനിമയിൽ ഉള്ള ആളുകളുടെ മക്കൾ പോലും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു എന്താ പറയുന്നത്, സിനിമയിലൊരു കഴിവിനും അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അതിന് സിനിമയുടെ പുറത്തുള്ളവർക്കും ഉള്ളിലുള്ള അങ്ങനെയൊന്നുമില്ല, എല്ലാം സെയിമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു മേഖലയാണ് സിനിമ. അതിൻ്റെ എഴുത്ത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതായിരിക്കാം, പക്ഷെ ഒരു ഹീറോ ആയിട്ട് ഇവിടെ ജനങ്ങൾ അംഗീകരിച്ച് എന്ന് പറയുന്നിടത്താണ്, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അംഗീകരിച്ചു, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും അത് മാറാനൊക്കെ ഉണ്ട്, എനിക്കറിയാം, നല്ല രീതിയിൽ അറിയാം. പക്ഷേ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയുന്നു, അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ചേട്ടനിപ്പോൾ പറഞ്ഞില്ലേ സ്റ്റോറി ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ ഇന്ന റോൾ എനിക്കെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ചെയ്തിരുന്നത് എന്നുള്ളത്. അങ്ങനെ ചേട്ടൻ അപ്രോച്ച് ചെയ്ത ഒരു സ്റ്റോറിയാണ് അമർ അക്ബർ ആന്റണി എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് പിന്നീട് മാറിയിട്ട് വേറെ കാസ്റ്റിലേക്ക് പോയതാണെന്നുള്ളത് അതെങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ആഗ്രഹിച്ച് നമ്മൾ അവിടെ എത്തുമ്പോഴേ ഇങ്ങനെ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമല്ലേ? ഇല്ല, ആ സമയത്ത് എനിക്കത് അത്ര എനിക്കും വിഷ്ണുവിനും അങ്ങനെ വലിയൊരു പെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന്. കാരണം ഞങ്ങൾക്കത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആയതിൽ ഞങ്ങളായിരുന്നെങ്കിൽ താൻ ആലോചിക്കും, താൻ അടക്കമുള്ളവരൊന്നും കാണത്തില്ല. അത് അത്രയും വലിയൊരു കാസ്റ്റ് കിട്ടി. ജയേട്ടനൊക്കെ എന്നെക്കാളും നന്നായിട്ട് അത് ഗംഭീരമായിട്ട്, എന്തായാലും അവരൊക്കെ വലിയ ആക്ടേഴ്സാണ്, അവരത് എന്നെക്കാളും ഗംഭീരമായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരിക്കലും അതിൻ്റെ ഒരു പെയിൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം നമുക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയും ഞാൻ ഭയങ്കര ശുഭാപ്തി വിശ്വാസക്കാരനാണ് പൊതുവെ. ഞാനത് എനിക്കൊരു ആഗ്രഹം ഉണ്ട്, അത് നടത്തിയെടുക്കണം എന്ന്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായ ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ഇത് നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഹീറോ ആയിട്ട് ഒരു പടം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഹീറോ ആയിട്ട് ഒരു പടമെങ്കിലും ഒരു പടം ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ കണ്ടിന്യൂസ് പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2015 ഈ അമർ അക്ബർ ആന്റണി ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് 2016 കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഇറങ്ങുന്നത്. അപ്പോൾ രണ്ടും നാദിർ ഷേഖാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ചേട്ടൻ ഒരു സ്ക്രിപ്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്യണ സമയത്ത് ആളിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ? ഒരു സ്ക്രിപ്റ്റുമായിട്ട് പോകുമ്പോൾ സംവിധായകൻ എന്നുള്ള രീതിയിൽ നാദിർ ഷേഖയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ വൈബാണ്. അതായത് വിഷ്ണു ഞാനും നാദിർ ഷേഖ എന്ന് പറയുന്നത് ഒരേ വൈബാണ്. ഒരു തമാശ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ചിരിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എഴുതി വെക്കുന്നതിൽ തമാശ ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുന്ന അത്രയും വൈബാണ്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കെമിസ്ട്രി എപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾ മൂന്നുപേരും എപ്പോൾ കൂടുമ്പോഴും ഉണ്ട്. ഇനി ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. നാദിർഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുള്ളിയുടെ അപ്ഡേറ്റഡ് ആണ്. പുള്ളി എല്ലാ സിനിമകളും പുള്ളി എല്ലാ വെള്ളിയാഴ്ചയും ഫസ്റ്റ് ഷോയ്ക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് പുള്ളി കാണുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നാദിർഷയ്ക്ക്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 2015 ഈ സിനിമ ഇറങ്ങുന്നത്. ഇതിപ്പോൾ 2025 ആവാനായി. ചേട്ടൻ ആ സിനിമയിൽ ചർച്ച ചെയ്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ആ ഒരു സീനിലൊക്കെ എത്തുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനത് കാണുമ്പോൾ ഇരുന്ന് കരഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷയം ഇന്നും നമ്മളെ സൊസൈറ്റിയിൽ ഭയങ്കര പ്രസക്തി കൂടിയിട്ടേ ഉള്ളൂ. ചേട്ടനൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ചേട്ടന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴും, ചേട്ടൻ്റെ ചിന്തകൾ എന്താണ് ആ വിഷയങ്ങളിൽ? ഇപ്പോൾ ആ വിഷയങ്ങളിലെ ചിന്തകൾ എന്ന് വെച്ചാൽ അന്ന് ഇത് എഴുതുമ്പോൾ ഇത്രയും നമുക്ക് ഈ പറഞ്ഞ പോലെ അന്നങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി അത് എഴുതി കഴിഞ്ഞിട്ട് ഈ പാത്തു മരിക്കുന്ന സംഭവം എഴുതിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എഴുതിയിട്ട് പേന അവിടെ ഇട്ടിട്ട് കരഞ്ഞ്, ലിറ്ററലി നമ്മൾ കരഞ്ഞു പോയി. കാരണം നമ്മൾ വളർത്തിക്കൊണ്ട് വന്നൊരു കഥാപാത്രം മരിച്ചതിൻ്റെ സങ്കടമായിരുന്നു എനിക്ക്. അപ്പം അത് ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു 3-4 ദിവസം പിന്നെ എഴുതിയില്ല. പടത്തിൻ്റെ ബാക്കി ക്ലൈമാക്സ് ഒന്നും എഴുതിയിട്ടേ ഇല്ല. 3-4 ദിവസം പേന തൊട്ടിട്ടേ ഇല്ല. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിയുടെ അച്ഛനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മളതിലൊരു കൺസേൺ അലേർട്ട് ആണ് എല്ലാ കാര്യവും. ഇപ്പോഴത്തെ സൊസൈറ്റിയും രീതികളും പിന്നെ നിർഭാഗ്യവശാൽ ഞങ്ങൾ എഴുതിയ പോലെ തന്നെ നമ്മുടെ ആലുവയിൽ നടന്ന അതൊക്കെ അന്ന് വന്നപ്പോൾ ഈ അമർ അക്ബർ ആന്റണിയൊക്കെ പിന്നീട് പ്രസക്തമായി. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതായിടോ, ഇതൊക്കെ ഒരു ശൂന്യതയിൽ നിന്ന് ഒരാളുടെ തോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ ആരോ ഇതൊരു നമ്മുടെ തലയിൽ തോന്നിപ്പിക്കുന്നതാണല്ലോ. ജസ്റ്റ് നമ്മുടെ ടാലൻ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന എല്ലാം നന്നാവണം. ഇതങ്ങനെ നന്നാവാറില്ലല്ലോ, ലോകത്താരും ഇല്ല അങ്ങനെ അല്ലേ. ടാലൻ്റ് ആണെങ്കിൽ ഓക്കെ ഇത് ഞാൻ എഴുതണമല്ല, അയാൾ ഭയങ്കര ടാലൻ്റ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം എഴുതണം എന്നാണ്. ഇത് പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ഇതെല്ലാം വർക്കാവുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, വേറെ എന്തോ ഒരു സോഴ്സും കൂടി ഉണ്ട് ഇതിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പ്രവചനങ്ങളും എഴുതിയ സാധനങ്ങളും, ഞാൻ സ്കിറ്റ് എഴുതിയപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. സ്കിറ്റ് ഒരു സ്കിറ്റിലെ 4 ഇൻസിഡൻറ്റ് റിയലായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ മുൻകൂട്ടി എഴുത്ത് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. എനിക്കപ്പോൾ അമ്മറും കൂടി കണ്ടപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യപ്പെട്ടു. ഇപ്പൊ ചേട്ടനും വിഷ്ണു ചേട്ടനും ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മലയാളികൾ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്, എന്നിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരുന്നതൊക്കെ പിന്നീടായിരിക്കും? വിഷ്ണു അന്ന് മുതലുള്ള കൂട്ടാണ് ഞങ്ങൾ. ഒരുമിച്ച് സ്റ്റേജിൽ കളിച്ച് അന്ന് 6ാം ക്ലാസ് മുതലെന്ന് പറയുമ്പോൾ ഒരു 12 വയസ്സ് മുതൽ അന്ന് വരെ ഇന്ന് വരെ ഇപ്പോഴും ഞാൻ അവൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്. അതാണ് ഞങ്ങളുടെ സൗഹൃദം. ഞങ്ങൾ തമ്മിൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തല്ലുപിടിച്ച് പിരിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയാണ്. ഒന്ന് ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ കമ്പാരിസൺ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പാരിസൺ ചെയ്ത് സംസാരിക്കും ആളുകൾ. പലതും നമ്മുടെ ചെവിയിലെത്തും, പലതും അവൻ്റെ ചെവിയിലെത്തും. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് പറയും, അവൻ പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറയും. നിനക്കാണ് കൂടുതൽ ഇത് എന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് പറയും, എനിക്കാണ് ഇതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയും. അങ്ങനെ തല്ലുപിടിച്ച് പിരിയാനുള്ള സാധ്യതകൾ അനന്തമാണ് സിനിമയിൽ. പക്ഷേ ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ പിരിയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഭയങ്കര ബോണ്ടാണ്. അപ്പോൾ സ്നേഹം എല്ലാ കുറവുകളെയും ക്ഷമിക്കും. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ തെറ്റും ക്ഷമിക്കും. സ്നേഹമില്ലെങ്കിൽ നമുക്ക് ചായക്ക് വരെ കാപ്പി തന്നാലും
നമുക്ക് ദേഷ്യം ഇരിക്കും ആളോട്. അപ്പോൾ വിഷ്ണു ഞാനും ഭയങ്കര ബോണ്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. ടൊവിനോ തോമസിന്റെ ഒരു ഇന്റർവ്യൂവിൽ, ഒരു ബോളിവുഡ് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മളെ സിനിമകൾ കണ്ടിട്ട് ലൈക്ക് വാട്ട് ആർ യു ഗൈസ് സ്മോക്കിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്, നമ്മളെ സിനിമയുടെ ഇമ്പാക്ട് കണ്ടിട്ട്. അങ്ങനെ ഞാൻ എറണാകുളത്ത് പേഴ്സണലി വന്ന സമയത്ത് ഞാൻ മഹാരാജാസ് കോളേജിന്റെ മുന്നിലൂടെ പോകുമ്പോഴേ ഞാൻ എപ്പോഴും തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കും ഇവിടുത്തെ കുട്ടികളെ എന്താണ് ഈ കോളേജ് ചെയ്യണമെന്നുള്ളത്. ബിക്കോസ് എൻ നമ്പർ ഓഫ് ഫേമസ് പേഴ്സണാലിറ്റീസ്, റൈറ്റേഴ്സ്, സിനിമയിൽ പുറമേയും ഒരുപാട് പേര് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ചേട്ടന് പേഴ്സണലി ചേട്ടനിൽ മഹാരാജാസ് കോളേജ് തന്ന ഇമ്പാക്ട് എന്താണ്? ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എനിക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നതും, സൗഹൃദങ്ങളുടെ ഒരു വലയം ഉണ്ടാക്കി തന്നതും, സമത്വം, ഈക്വാലിറ്റി. അതായത് ഞങ്ങൾ ചിലപ്പോൾ ചില നേരത്ത് ഭക്ഷണമൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒരു പൊതിച്ചോറ് പിടിച്ചിട്ട് എല്ലാവരും കൈയിട്ട് കഴിക്കുന്ന ഒരു പ്രോസസ്സല്ലേ. ഇന്നിപ്പോൾ കുറേ പേര് OCD എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഇല്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു കാലമൊന്നും ഇല്ല അന്ന്. ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും, അന്നും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളും മാറിയിട്ട് ആ ഒരുമിച്ചിരുന്ന് കഴിച്ചിരുന്ന അതിൻ്റെ ഒരു കൾച്ചർ ഉണ്ടായി. പിന്നെ അഫ്കോഴ്സ് പ്രണയം, അങ്ങനെയൊക്കെ. മഹാരാജാസ് എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, കൊച്ചി പോലുള്ളൊരു നഗരമധ്യത്തിലുള്ള ഒരു മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കോളേജ്. ഭയങ്കര, നിങ്ങൾ വേറെ രീതി വ്യൂ എന്ന് ആലോചിച്ച് നോക്കി, കൊച്ചിയുടെ നടുക്ക് ഒരു കറുത്ത കാടാണ്, ആ കാട്ടിലൊരു കോളേജ്. അത് മഹാരാജാസ് നമ്മളെ മനുഷ്യനെന്ന രീതിയിൽ നമ്മളെ പരിവർത്തനത്തിനും എല്ലാത്തിനും വഴിയൊരുക്കിയത് മഹാരാജാസാണ്. ചേട്ടൻ ഷൈലോക്കിൽ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ദുൽഖർ സൽമാന്റെ ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ മൂവി ചേട്ടന്റെ സ്ക്രിപ്റ്റിലാണ് വന്നിട്ടുള്ളത്. പ്രൊഫഷണലി ഇവരെ രണ്ടുപേരുടെ വർക്കും ചേട്ടൻ മനസ്സിലാക്കുന്ന സമയത്ത് അതിലെ സിമിലാരിറ്റീസ് എന്തൊക്കെയാ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ടുപേരും നല്ല മനുഷ്യരാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അടിപൊളിയാണ് രണ്ടുപേരും. മമ്മൂട്ടിയുടെ, അതായത് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മമ്മൂക്ക സ്നേഹമൊക്കെ പ്രകടിപ്പിക്കൂല എന്ന് പറയില്ല, അത് കറക്റ്റാ, കാണിക്കുന്നൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ള ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ DQ അങ്ങനെയല്ല. DQ ഞാനായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ നല്ല നേരിട്ട് കളിയാക്കുകയും അങ്ങനെ. ഞങ്ങൾ ആ ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, DQ ഇരുന്ന് ചിരിക്കലാണ്. ഞാനും ഇങ്ങനെ വില്ലനായിട്ട് വരുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ഈ പുള്ളിയുടെ വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നെ നാണമായിട്ട് പോയായിരുന്നു. പക്ഷേ പുള്ളിയും ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നല്ല ബേസിക്കലി നല്ല ഹ്യൂമൻ ബീയിങ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ. പിന്നെ ടാലൻറ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. മമ്മൂക്ക കഴിഞ്ഞ ദിവസവും ക്രിട്ടിക്സ് അവാർഡ് മേടിച്ചത് ചെറിയ പിള്ളേരുടെ ഒപ്പം മത്സരിച്ചിട്ടാണ്, ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഒപ്പം മത്സരിച്ചിട്ടാണ്. ഇപ്പോഴും അതിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ലെജൻഡറിയാണ് മമ്മൂക്ക. ഒരു ചോദ്യം കൂടെ, ഇവർ രണ്ടുപേരും ചേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്, സ്ക്രിപ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയാ ഇൻഡിവിജ്വലി രണ്ടുപേരും അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരു സിനിമ ചേട്ടൻ എടുക്കുന്നത് അല്ലെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇവർ ഈ സീനിനെ ഈ രീതിയിലാണ് എടുക്കുന്നത്, അത് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓരോ ആക്ടേഴ്സും തമ്മിൽ. ഇവരുടെ ഒരു ശൈലി എങ്ങനെയാ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ? അല്ല, എനിക്ക് മമ്മൂക്കയുടെ എനിക്ക് അതിനെ പറ്റിയൊന്നും അങ്ങനെ ഇത് പറയാല്ല. DQ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. DQ മലയാളം ഇവിടെ വന്ന് പഠിച്ച് എടുത്ത് ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അതുപോലും ഇംഗ്ലീഷിൽ മലയാളത്തിലേക്ക് ആക്കിയിട്ട് അത് പഠിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പടത്തിലാണെങ്കിൽ DQന് ഇഷ്ടം പോലെ വൺ ഷോട്ട് എന്ന് പറയുന്ന സാധനം, സിംഗിൾ ഷോട്ട്, ആ ഷോട്ടിൽ ഇഷ്ടം പോലെ 3-4 പേജൊക്കെ DQ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് ഒരുപാട് സീക്വൻസുകൾ പടത്തിലുണ്ടായിരുന്നു. DQ അങ്ങനെ പഠിക്കുന്ന ആളാണ്. നമുക്കിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ കാണുമ്പോൾ അങ്ങനെയല്ലേ, കൂളായിട്ട് ചെയ്യാൻ, നമുക്ക് അഭിനയിക്കാനായിട്ടൊന്നും നമുക്കൊന്നും തോന്നുന്നില്ല, നമ്മളോട് സംസാരിക്കാനായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഏറ്റവും വലിയ നമ്മൾക്ക് കോ ആർട്ടിസ്റ്റുകൾക്കുള്ള ഗുണമെന്ന് പറയും, ഇവരത് തരുമ്പോൾ അതിൻ്റെ നാച്ചുറൽ റിഫ്ലക്ഷനാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെന്നുള്ള നടനും ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. മമ്മൂക്ക എന്ന് പറയുമ്പോൾ ചേട്ടന് ഓർമ്മ വരുന്ന ഫസ്റ്റ് ക്യാരക്ടർ ഏതായിരിക്കും മമ്മൂക്കയുടെ? മമ്മൂക്കയുടെ ഒരുപാടുണ്ടല്ലോ. അതിപ്പോൾ എനിക്ക് തനിയാവർത്തനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാഴ്ച ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടേട്ടൻ, ആദ്യം അങ്ങനെ പറഞ്ഞു കേൾക്കാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് ലോഹിതാസ് സാറിൻ്റെ സ്ക്രിപ്റ്റാണ് അത്. കുട്ടേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. മഹായാനത്തിലെ ചന്ദ്രു എന്ന് പറഞ്ഞിട്ടൊരു ലോറിക്കാരനുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മുഖത്ത് തന്നെ റഫ്. മമ്മൂക്കക്ക് ഭയങ്കര സുന്ദരനല്ലേ മമ്മൂക്ക, അതിൽ പക്ഷെ സുന്ദരനൊന്നുമല്ല. പുള്ളിയുടെ മുഖത്ത് തന്നെ റഫ് ഉണ്ടായിട്ട് എൻ്റെ അപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം മമ്മൂക്കയുടെ മഹായാനമാണ്. അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്.
ദിസ് ഈസ് സംതിങ് പേഴ്സണൽ. ഓക്കെ, ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പറഞ്ഞൊരു വാചകമാണ്, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളത്. പൊതുവെ മനുഷ്യന്മാരെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ കുറവുകളുടെ എക്സ്ട്രീമിലേക്ക് പോയിട്ട് ജീവിക്കാൻ മറന്നു പോകുന്നതായിട്ട് എപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും ഒരു ക്യാരക്ടർ പാറ്റേൺ മനുഷ്യന്റെ അങ്ങനെയാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരു പോളിയോ ബാധിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചിന്ത അങ്ങനെ പോവല്ലോ. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇരുന്നിട്ടും അത് പറയാനുള്ള രീതിയിലേക്ക് ചേട്ടന്റെ ചിന്തനെ പാകപ്പെടുത്തിയ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ഫോഴ്സ് എന്താണ്? കാരണങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പ്രകൃതിക്ക് നമ്മളെ ഇവിടെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന സത്യത്തിലുള്ള ഒരു സയൻസാണ് ആക്ച്വലി അത്. നമ്മൾ താങ്ക്സ്ഫുൾ ആവുക, കിട്ടുന്നതിനൊക്കെ സന്തോഷം കണ്ടെത്തുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്തിയാൽ അത്രയും ലൈഫ് ഹാപ്പി. ഞാൻ എപ്പോഴും ആലോചിക്കും, ദൈവം എനിക്ക് പെട്ടെന്ന് തമാശ എന്ന് പറഞ്ഞ് ചിരിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ കുഞ്ഞുനാൾ മുതൽ ഈ കോമഡി എഴുതി നമുക്കതിൻ്റെ താളം കണക്ക് കിട്ടിപ്പോയി. ഇപ്പോൾ താനൊരു തമാശ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്കത് കത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിരി വരത്തില്ല. എനിക്ക് ശരിക്കും ആഗ്രഹം എന്താണെന്ന് പറയുമ്പോൾ പഴത്തൊലി ചവിട്ടി വീണാലുണ്ടായാലും ചിരിക്കണം. അങ്ങനെ ചിരിക്കാനുള്ള കഴിവുണ്ടെങ്കിലോ നമുക്ക് ലൈഫ് എന്തൊരു, എനിക്ക് അങ്ങനെ കൊതിയാവും ചില ആൾക്കാരെ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും ലൈറ്റ് ഹാർട്ടഡ് ആയ ആളുകളായിരിക്കാം അവർക്ക് കുഞ്ഞു കാര്യത്തിൽ ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഭാഗ്യം. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് എല്ലാത്തിനും താങ്ക്സ്ഫുൾ. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ വലതുവശവും ഇടത് റൈറ്റും നോക്കി കഴിഞ്ഞാൽ നേട്ടങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളായിരിക്കും കൂടുതൽ ഇല്ലേ? എങ്ങനെയായാലും ബോണസായിരിക്കും, എങ്ങനെയായാലും ബോണസാണ് നമുക്ക്. അപ്പോൾ കിട്ടുന്നതിലൊക്കെ നമ്മൾ താങ്ക്സ് പറയുക, നമ്മുടെ ദൈവത്തിന് നന്ദി പറയുക, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക, എന്നിട്ട് മുന്നോട്ട് പോവുക. പിന്നെ താൻ പറഞ്ഞ പോലെ ബേസിക്കലി നമ്മളെപ്പോഴും ഒരു സാഡിലേക്ക് ആവും. ഞാൻ എന്തൊക്കെ പോസിറ്റീവ് പറഞ്ഞാലും, ഞാൻ എന്തൊക്കെ ഇത് പറഞ്ഞാലും എൻ്റെ ബേസ് എന്ന് പറയുന്നതിൽ ഒരു വേദനയും വിഷമവും ഇങ്ങനെ ആയതിൻ്റെയൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കലാണ് നമ്മളുടെ പണി. പാടാണ്, വളരെ പാടാണ്, വളരെ 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 പാടാണ്. പക്ഷെ നമ്മളങ്ങനെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇഫ് വൺസ് നമ്മൾ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ബെറ്റർ എനിത്തിങ്. ഇത് ചേട്ടൻ പാടാണെന്ന് പറയുമ്പോഴേ എനിക്ക് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ എനിക്കത് മനസ്സിലാവാത്ത ഒറ്റ കാര്യമാണ്. ചേട്ടന് പറഞ്ഞൊരു കാര്യമാണ് 15 വയസ്സിൽ ചേട്ടൻ ഇത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്. 15 വയസ്സിൽ ടീനേജിലുള്ള ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ഇത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയണത്, എന്നോടൊരു പെണ്ണാ പറഞ്ഞിരുന്നല്ലോ, അതായത് എന്നോടൊരു പെൺകുട്ടിയെ പറയുന്നത് തന്നെ എനിക്ക് ഈ തൻ്റെ കാലിങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്തതെന്ന് ഒരു പെൺകുട്ടി പറയുന്നിടത്താണ് ഞാനിത് ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. കാരണം അതല്ലാതെ ഞാൻ ആ സമയം വരെ നമ്മൾ കൂട്ടുകാരുടെ കൂടെ നടക്കുന്നു, ഇതിനെപ്പറ്റി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടിച്ചും പോകുന്നല്ലാതെ ഇങ്ങനെ ഒരു വാക്കാൽ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നത് ഒരു പെണ്ണിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സ് പറയുകയാണ് ഇങ്ങനൊരു കാര്യം, അത് നമ്മളെ സ്നേഹിച്ചൊരു പെൺകുട്ടി. അപ്പോൾ നമ്മൾ അതിൽ വേദന കൊണ്ട് കരയുകയും എത്രയോ ദിവസങ്ങൾ തലോണി നനഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും പറയില്ലേ നമ്മളുടെ ഏറ്റവും കൂടുതൽ സങ്കടം അറിയാവുന്ന തലോണിക്കും കിടക്കുവാണെന്ന് പറയില്ലേ, അതേപോലെ. പക്ഷെ അതിൽ നിന്ന് പിന്നെ ഞാൻ പതുക്കെ തീരുമാനത്തിലേക്ക് എത്തി, ദിസ് ഈസ് യുവർ, നീ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും, നിനക്ക് നായകനാവണല്ലോ ആഗ്രഹം, നീ നായകനാവാനുള്ള പണി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ എഴുത്തിലൂടെ അടുത്ത സ്റ്റെപ്പ്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്നൊന്നുമല്ല. എല്ലാവരും പറയും മാനിഫെസ്റ്റ് ചെയ്യണം അല്ലേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മുടെ ഡ്രീം കാണണം, ഡ്രീമിലേക്കുള്ള യാത്ര, ഇതെല്ലാം ശരിയാണ്. എന്നാൽ പോലും ഏതൊരു ശക്തി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അതിലേക്ക്. അതൊരു വലിയ ഭാഗ്യം. വേറൊരാളുടെ തോട്ടിൽ ഇപ്പം റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിലെ ഫൈറ്റ് കണ്ടിട്ടാണ് ബോംബ് എന്ന് പറഞ്ഞ പടത്തിലെ റൈറ്റേഴ്സ് ഇയാളെ ഹീറോ ആക്കിയാലോ എന്ന് ചിന്തിക്കുന്നത്. ഈ ചിന്ത തോന്നിപ്പിക്കുന്നത് ഒരു സോഴ്സാണെന്ന് ഞാൻ പറയുന്നത്. അതാണ് നമ്മുടെ ലക്ക്.